ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ കുറെ ബേസിക് ടേംസ് നമുക്ക് അറിയണം, എന്നാലേ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിന്റെ പ്രോബ്ലംസും അതിന്റെ അഡ്വാൻസ്ഡ് തിയറി ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളാണ് നമ്മൾ അന്ന് എഴുതിയത്. എന്താണ് ഹൈപ്പോത്തസിസ്, എന്താണ് ഒരു സിമ്പിൾ ഹൈപ്പോത്തസിസ്, കോമ്പോസിറ്റ്, നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്, ഇത്രയും ഹൈപ്പോത്തസിസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ അടുത്ത ഒരു ഇതുപോലെ കുറച്ച് ഡെഫിനിഷനും കൂടി ഉണ്ട്. ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ഇതുപോലത്തെ കുറച്ച് ടേമുകൾ എന്താന്ന് നിങ്ങൾക്ക് പുതുതായിട്ട് കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ അതിന്റെ ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമ്പിളുകളും. ഓക്കെ, അപ്പൊ നമ്മള് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു ഹൈപ്പോത്തസിസ്, അതിനൊരു ഹൈപ്പോത്തസിസ് പ്രോബ്ലം, ടെസ്റ്റിംഗ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കൊരു നൾ ഹൈപ്പോത്തസിസ് വേണം, ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വേണം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അതായത് ഹൈപ്പോത്തസിസ് ഓഫ് നോ ഡിഫറൻസ് ഈസ് നോൺ ആസ് നൾ ഹൈപ്പോത്തസിസ്. അപ്പൊ നമുക്ക് എന്താണോ ടെസ്റ്റിംഗ് പ്രോബ്ലം ഉള്ളത് അതിനെ നമ്മൾ ഏതൊരു രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവാം ഒരു ടെസ്റ്റിംഗ് പ്രോബ്ലത്തിന്, അതിൽ രണ്ട് ഭാഗത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് എറേഴ്സ് യൂഷ്വലി വരും. അതായത് ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് ഉണ്ടാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് വരാവുന്ന രണ്ട് ടൈപ്പ് എറേഴ്സ് ആണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ഇനി ഈ ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താന്ന് പറഞ്ഞുതരാം. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാല് ടൈപ്പ് 1 എറർ ഈസ് റിജക്ടിങ് h naught when h naught is true. Rejecting h naught means null hypothesis when h naught is true. അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ടെസ്റ്റിംഗ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു എറർ ആണ് സംഭവിക്കുന്നത് അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇപ്പൊ നമ്മൾ പറയണം ഒരു സെറ്റ് ഓഫ് ബൾബിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 1000 hours ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾക്ക് എന്തൊക്കെയോ നമുക്ക് കിട്ടിയ സാമ്പിളിലുള്ള എന്തെങ്കിലും സാമ്പിളിങ് എറേഴ്സ് മൂലമോ ഒക്കെ നമുക്ക് എന്ത് ചെയ്തു, ആ ഹൈപ്പോത്തസിസിനെ നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആക്ച്വലി നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ലൈഫ് 1000 ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബൾബിനെ നമ്മൾ അത്രയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു എറർ സംഭവിക്കുകയാണ്. അങ്ങനെയുള്ള എററിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയുക. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എറർ ആണ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാല് accepting a null hypothesis h naught when it is false. അതായത് തെറ്റായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരു ബൾബിന്റെ ലൈഫ് ടൈം 1000 hours ആണ് എന്നുള്ളത് ശരിക്കും ആ ബൾബിന്റെ, അതായത് ഒരു സെറ്റ് ഓഫ് ബൾബിന്റെ ആവറേജ് ലൈഫ് 1000 hours ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സാമ്പിളിങ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ എററുകൾ മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തെറ്റായിട്ടുള്ള ഒരു അസംഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നു. അപ്പൊ ഉണ്ടാവുന്ന എററാണ് ടൈപ്പ് 2 എറർ. സോ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പ്രോബ്ലത്തിൽ യൂഷ്വലി ഉണ്ടാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. എപ്പോഴും പരീക്ഷയ്ക്ക് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ടൈപ്പ് 1 എറർ ഈസ് റിജക്ടിങ് h naught when h naught is true. അതായത് നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ
അസംഷന്, അതായത് നമ്മൾ എടുക്കുന്ന നൾ ഹൈപ്പോത്തസിസിൽ എന്ത് അസംഷൻ ആണോ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഹൈപ്പോത്തസിസ് ആണോ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്, ഒന്നില്ലെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യും. ഈ രണ്ട് കൺക്ലൂഷൻ ആണ് യൂഷ്വലി നമുക്ക് വരിക. അപ്പോ നമ്മൾ എപ്പോഴും റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യുക, ഒന്നില്ലെങ്കിൽ റിജക്ട് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ശരിയായിട്ടുള്ള ഒന്നിനെ നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററിനെ ടൈപ്പ് 1 എറർ എന്നും, തെറ്റായിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററിനെ ടൈപ്പ് 2 എറർ എന്നും പറയും. മാറിപ്പോവരുത്. ശരിയായിട്ടുള്ള ഒരു അസംഷനെ നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ടൈപ്പ് 1 എറർ എന്നും, തെറ്റായിട്ടുള്ള ഒരു അസംഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് 2 എറർ എന്നും പറയും. ഓക്കെ, മനസ്സിലായോ? ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയോ? പറയാം. നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രോബ്ലത്തിൽ യൂഷ്വലി നമുക്ക് ഉണ്ടാകുന്ന രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അത് പറയാനുള്ള കാരണം, നമ്മളൊരു ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യുക. ഈ രണ്ട് കൺക്ലൂഷനാണ് നമുക്ക് യൂഷ്വലി ഉണ്ടാവുക. അപ്പൊ ഈ അക്സെപ്റ്റ് ചെയ്യുകയും റിജക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് എറേഴ്സ് വരാം. ഒന്നില്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു അസംഷനെ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം. നമ്മൾ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റിജക്ട് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് വരുന്ന അതൊരു എററാണ് അല്ലെ? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഒരു അസംഷനെ നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു എറർ സംഭവിക്കുന്നു. ആ എററിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി നമ്മള് തെറ്റായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു അസംഷൻ എഴുതി അതിന് നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലൊക്കെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ആ അസംഷന് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് കിട്ടിയത്. ബട്ട് ആക്ച്വലി ആ അസംഷൻ റോങ് ആയിരുന്നു. നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് മൂലം നമുക്ക് കിട്ടിയ റിസൾട്ട് റോങ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ അവിടെയും ഒരു എറർ സംഭവിക്കുന്നു. അങ്ങനെയുള്ള എററിനെ, അതായത് തെറ്റായിട്ടുള്ള അസംഷനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വരുന്ന എററിനെ നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയും. രണ്ട് ടൈപ്പ് എറേഴ്സ് ആണ് ഉള്ളത്. ശരിയായിട്ടുള്ള അസംഷനെ റിജക്ട് ചെയ്താൽ അത് ടൈപ്പ് 1 എററും, തെറ്റായിട്ടുള്ള അസംഷനെ അക്സെപ്റ്റ് ചെയ്താൽ അത് ടൈപ്പ് 2 എററുമാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി ഈ ടൈപ്പ് 1 എററിന്റെ പ്രോബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ, ടൈപ്പ് 1 എറർ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിനെ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, സോ തെറ്റിപ്പോവരുത്. ടൈപ്പ് 1 എറർ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ പലരും എഴുതുന്നത് പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് H0 when H0 is true എന്ന് എഴുതുക. അപ്പൊ വെറും ടൈപ്പ് 1 എററോ ടൈപ്പ് 2 എററോ ചോദിച്ചാൽ അവിടെ പ്രോബബിലിറ്റി ഇല്ല. പക്ഷെ ഡിഫൈൻ ആൽഫ ആൻഡ് ബീറ്റ എന്ന് ചോദിച്ചാൽ അവിടെ പ്രോബിലിറ്റി വരും. സോ പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ഈസ് നോൺ ആസ് ആൽഫ. ആൽഫ അതായത് ടൈപ്പ് 1 എറർ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ആൽഫ എന്ന്. ഇനി പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ബീറ്റ എന്നുള്ള ലെറ്റർ വെച്ചിട്ട്. ഓക്കെ, so alpha is known as the probability of type 1 error and beta is known as the probability of type 2 error. ഇതിൽ ആൽഫേനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്നും ബീറ്റേനെ നമ്മൾ കൺസ്യൂമേഴ്സ് റിസ്ക് എന്നും കൂടി പറയാറുണ്ട്. പ്രൊഡ്യൂസേഴ്സ് റിസ്ക്, ബീറ്റേനെ നമ്മൾ കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടത്? പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുന്ന ആൾക്ക് വരുന്ന റിസ്ക്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിജക്ടിങ് H0 when H0 is true, അതായത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ റിജക്ട് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കാര് അവര് പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെ? അവര് ഒരു സെറ്റ് ഓഫ് ബൾബിനെ മാർക്കറ്റിലേക്ക് വിടുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ബൾബുകളുടെ ആവറേജ് ലൈഫ് 1000 hours ആയിരുന്നു. പക്ഷെ അത് ടെസ്റ്റിംഗ് പ്രൊസീജിയറിലൂടെ കടന്നുപോയിട്ടാണ് അത് മാർക്കറ്റിലേക്ക് വരുള്ളൂ. ആ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലൂടെ കടന്നുപോയപ്പോ ആക്ച്വലി അതിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 1000 hours ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ നമ്മൾ അതിനെ റിജക്ട് ചെയ്യണം. അതായത് ഈ ബൾബുകളുടെ ഒന്നും ആവറേജ് ലൈഫ് 1000 hours അല്ല എന്നും പറഞ്ഞിട്ട് ആ ബൾബിനെ നമ്മൾ മാർക്കറ്റിലോട്ട് വിടുന്നില്ല. അത് നമ്മൾ വിചാരിച്ച പോലെയുള്ള ക്വാളിറ്റി ആ ബൾബിന്
കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ബൾബിനെ റിജക്ട് ചെയ്യുന്നു. ആക്ച്വലി ആ ബൾബിന് ആവറേജ് ലൈഫ് 1000 അവേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ വന്ന മിസ്റ്റേക്ക് മൂലം നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നു. അത് അത്രയും 1000 അവേഴ്സ് ആവറേജ് ലൈഫ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആക്ച്വലി ആർക്കാണ് അവിടെ നഷ്ടം വരുന്നത്? ആ ബൾബ് പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിക്ക്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണോ മാനുഫാക്ചറർ അവർക്കാണ് അവിടെ നഷ്ടം വരുന്നത്. അതുകൊണ്ട് ആൽഫേനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുന്നത്. ആ ആൽഫ എന്ന് പറയുന്നത്, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്ന ആൽഫേനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുക. ഓക്കെ, അതായത് പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് H0 when H0 is true. ശരിയായ ഒരു സാധനത്തിന് റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ആൽഫ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക്. ബിക്കോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നല്ലൊരു സാധനത്തിനെ റിജക്ട് ചെയ്യുമ്പോൾ അതുമൂലമുള്ള നഷ്ടം ഉണ്ടാവുന്നത് ആർക്കാണ്? പ്രൊഡ്യൂസറിനാണ്. കാരണം അവരാണ് അവർക്ക് അത് മാർക്കറ്റിൽ എത്തി അത് വിറ്റുപോയിട്ട് വേണം അതിന്റെ ലാഭം കിട്ടാൻ. അപ്പൊ അത് അവർക്ക് മാർക്കറ്റിലോട്ട് തന്നെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആൽഫനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി ബീറ്റനെ നമ്മൾ കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറയാനുള്ള കാരണം, അക്സെപ്റ്റിംഗ് H0 when H0 is false, അതാണ് ടൈപ്പ് 2 എറർ. അതിന്റെ പ്രോബബിലിറ്റി ആണ് ബീറ്റ. തെറ്റായിട്ടുള്ള ഒരു സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ബൾബിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ബൾബിന്റെ ആവറേജ് ലൈഫ് 1000 അവേഴ്സ് അല്ല, പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ആവറേജ് ലൈഫ് 1000 അവേഴ്സ് ആയിട്ട് കിട്ടി. ആ ബൾബ് മാർക്കറ്റിലേക്ക് വന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മളത് യൂസ് ചെയ്യുമ്പോഴേക്കും അതിന് പെട്ടെന്ന് തന്നെ കേടുവരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുത്ത പൈസ നമുക്ക് നഷ്ടമായി അല്ലെ? നമ്മള് അതിന്റെ ആവറേജ് ലൈഫ് 1000 അവേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ബൾബ് വാങ്ങുന്നതെങ്കിൽ, പക്ഷെ ആക്ച്വലി അതിന് അത്രയും ഇല്ല. പക്ഷെ അത് നമ്മുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ വന്ന മിസ്റ്റേക്ക് മൂലം നമ്മൾ ആ ബൾബിനെ മാർക്കറ്റിലോട്ട് വിടുന്നു 1000 അവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ആ ബൾബ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് ബീറ്റനെ നമ്മൾ കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് കൂടി പറയാറുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എഴുതൂ. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്. ടൈപ്പ് 1 and type 2 errors. Either in a testing process, two types of wrong inferences can be drawn. In a testing process, two types of wrong inferences can be drawn. In a testing process, two types of wrong inferences can be drawn. First one, rejecting a null hypothesis. Rejecting a null hypothesis H0. Rejecting a null hypothesis H0 when it is actually true. Rejecting a null hypothesis H0 when it is actually true is called type 1 error. Is called type 1 error or error of the first kind, or error of the first kind. അങ്ങനെയും കൂടി പറയാറുണ്ട്. ടൈപ്പ് 1 എററിനെ error of the first kind. എന്നോടി വായിക്കാം. Rejecting a null hypothesis H0 when it is actually true is called type 1 error. Is called type 1 error or error of the first kind, Second one, accepting a null hypothesis H0
A null hypothesis H naught when it is false, when it is false, when it is false, is called type 2 error. Is called type 2 error or error of the second kind. Is called type 2 error or error of the second kind. Error of the second kind. താഴെ എഴുതാം. These errors can be shown in the following table. These errors can be shown in the following table. ടേബിൾ വരയ്ക്കുക. ടേബിളില് സ്റ്റേറ്റ് ഓഫ് നേച്ചർ അത് ആദ്യത്തെ ഇങ്ങനെ വരയ്ക്കുക. ദിസ് ഈസ് ആക്ഷൻ. ഒന്ന് എച്ച് നോട്ട് ട്രൂ ആവാം, അല്ലെങ്കിൽ എച്ച് നോട്ട് ഫോൾസ് ആവാം. ആക്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് നോട്ടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. എച്ച് നോട്ട് ട്രൂ ആവുമ്പോ അതിനെ റിജക്ട് ചെയ്താൽ അവിടെ വരുന്നത് ടൈപ്പ് 1 എറർ. എച്ച് നോട്ട് ഫാൾസ് ആവുമ്പോ അതിനെ റിജക്ട് ചെയ്താൽ അവിടെ എറർ ഒന്നുമില്ല, നോ എറർ. സിമിലർലി എച്ച് നോട്ട് ട്രൂ ആവുമ്പോ അക്സെപ്റ്റ് ചെയ്താൽ അഗെയിൻ നോ എറർ. ദെൻ എച്ച് നോട്ട് ഫാൾസ് ആവുമ്പോ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ ടൈപ്പ് 2 എറർ. ഇത് വരയ്ക്കാട്ടാ ഈ ടേബിൾ. എഴുതി കഴിഞ്ഞാൽ പറയാട്ടാ. അല്ലെങ്കിൽ എച്ച് നോട്ട് ട്രൂ ആവുക, അല്ലെങ്കിൽ എച്ച് നോട്ട് ഫാൾസ് ആവുക. ഈ രണ്ട് സ്റ്റേറ്റേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യും. ട്രൂ ആയ ഒരു സാധനത്തിനെ റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എറർ വന്നു, ദാറ്റ് ഈസ് നോൺ ആസ് ടൈപ്പ് 1 എറർ. ഇനി ഫോൾസ് ആയ ഒരു സാധനത്തിനെ റിജക്ട് ചെയ്താൽ അവിടെ എന്താ? അതിനർത്ഥം അവിടെ എറർ ഒന്നും ഇല്ല. ഇനി അഗെയിൻ ട്രൂ ആയ ഒരു സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ എറർ ഇല്ല, ബട്ട് ഫോൾസ് ആയ ഒരു സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ടൈപ്പ് 2 എറർ. ടേബിൾ മനസ്സിലായില്ലേ? മനസ്സിലായി. താഴെ എഴുതാം. Probability of type 1 error is denoted by probability of type 1 error. Probability of type 1 error is denoted by alpha. Probability of type 1 error is denoted by alpha. Probability of type 1 error is denoted by alpha. That is alpha equal to probability of type 1 error, which is equal to probability of rejecting H naught when
H naught is true. Then probability of reject H naught given H naught. In the artham, probability of rejecting H naught when H naught is true. Then short ആക്കിയിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. എഴുതി കഴിഞ്ഞാൽ പറയേ. Okay. Similarly, probability of type 2 error is denoted by beta. That is beta equal to probability of type 2 error. That is probability that accepting H naught when H naught is false. That this is same as probability of accepting H naught when H1 is true. H naught false H1 is true. This is equal to probability that accept H naught given H1. And accepting H naught when H1 is true. എഴുതി കഴിഞ്ഞോ? നമ്മളൊരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സിനെയും മിനിമൈസ് ചെയ്യുക. രണ്ട് ടൈപ്പ് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ 0 ബീറ്റ 0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും 0 ആയിട്ട് കിട്ടുന്ന ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ടെസ്റ്റ്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സും 0 ആവുക. ബട്ട് പ്രാക്ടിക്കലി അത് നമുക്ക് പോസിബിൾ അല്ല. ആൽഫയും 0 ബീറ്റയും 0 എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഒരു എറർ എന്ന് പറയുന്നത് റിജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതും പിന്നെ ഒരു എറർ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതുമാണ്. അപ്പൊ നമുക്കൊരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു ടൈപ്പ് എറർ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള എററിനെ 0-ൽ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. ആൽഫേനെ 0-ൽ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് H naught when H naught is true. H naught ട്രൂ ആവുമ്പോൾ റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0 ആക്കുന്നു. അല്ലെങ്കിൽ 0-ൽ ഫിക്സ് ചെയ്താല് അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും റിജക്ട് ചെയ്യുന്നില്ല, നമ്മൾ എല്ലായ്പ്പോഴും H naught അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? റിജക്ട് ചെയ്താൽ മാത്രമേ ടൈപ്പ് 1 എറർ സംഭവിക്കുള്ളൂ. സോ നമ്മൾ റിജക്ട് ചെയ്യുന്നേ ഇല്ലെങ്കിൽ എന്താ? ടൈപ്പ് 1 എറർ സംഭവിക്കില്ല, ആൽഫ 0 ആയിരിക്കും. പക്ഷേ നമ്മൾ റിജക്ട് ചെയ്യാതിരുന്നാൽ ടൈപ്പ് 2 എറർ, അതായത് എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഏത് എറർ കൂടും? ബീറ്റ എന്നുള്ള പറഞ്ഞ എറർ 1-ലോട്ട് പോകും. മനസ്സിലായോ? അതിനുള്ള കാരണം നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫോൾസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആൽഫേനെ നമ്മൾ 0-ൽ ഫിക്സ് ചെയ്താൽ ബീറ്റ 1 ആവും. സിമിലർലി നമ്മൾ ബീറ്റേനെ 0-ൽ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെ അക്സെപ്റ്റിംഗ് H naught when H naught is false എന്നുള്ളത് 0 ആവുമ്പോ, അതായത് നമ്മൾ എപ്പോഴും റിജക്ട് ചെയ്യുന്നു. റിജക്ട് ചെയ്യുമ്പോ എന്താ? അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്പൊ ബീറ്റ 0 ആവുന്നു. എപ്പോഴും റിജക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി, ആൽഫ എന്ന് പറയുന്നത് റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ്, അല്ലെ? റിജക്ടിങ് H naught when H naught is true. ട്രൂ ആവുമ്പോഴും നമ്മൾ റിജക്ട് ചെയ്യും, ശരിയാവുമ്പോഴും നമ്മൾ എപ്പോഴും റിജക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ബീറ്റ 0 ആവും, ബട്ട് ആൽഫ 1 ആവും. അപ്പൊ ഒരിക്കലും നമുക്ക് ആൽഫേനെയും ബീറ്റേനെയും ഏതെങ്കിലും ഒന്നിനെ 0-ൽ ആക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്
ആൽഫേനെ നമ്മളൊരു വാല്യൂല് ഫിക്സ് ചെയ്യും. ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള എററിനെ നമ്മൾ ഒരു വാല്യൂല്, അതായത് 5% എറർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 2% എറർ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആൽഫേനെ നമ്മൾ 0.05 എന്നോ 0.02 എന്നോ 0.01 എന്നോ 0.1 എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂല് ഫിക്സ് ചെയ്യും. അതായത് ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ഇത്ര പെർസെന്റേജ് ഓഫ് എറേഴ്സ് നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അലോവബിൾ ആണ്. അതായത് 100 ബൾബ് ടെസ്റ്റ് ചെയ്താൽ അതിൽ 95 എണ്ണമെങ്കിലും നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 100 ബൾബുകളെയും അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ 100 ബൾബാണ്, ആവറേജ് ലൈഫ് അവേഴ്സ് 1000 അവേഴ്സ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ 95 എണ്ണത്തിനും 1000 അവേഴ്സ് ആവറേജ് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി 3 എണ്ണത്തിന് ഇത്തിരി കുറവാണെങ്കിലും നമ്മൾ ആ ലോട്ടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സോ അങ്ങനെ ആൽഫേനെ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂല് ഫിക്സ് ചെയ്തിട്ട് ബീറ്റേനെ നമ്മൾ മിനിമൈസ് ചെയ്യാണ് സാധാരണ ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ടെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് എറേഴ്സും 0 ആവുന്ന ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ടെസ്റ്റ്. ബട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. കാരണം ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷൻ മന്തിൽ ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ, ആൽഫ 0 ആയിരിക്കും ബട്ട് ബീറ്റ 1 ആവും. എപ്പോഴും നമ്മൾ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ബീറ്റ 0 ആവുമായിരിക്കും ബട്ട് ആൽഫ 1 ആവും. അപ്പൊ ഇത് 3 നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ പിന്നെ ഉള്ളത് എന്താ, ആൽഫേനെ ഒരു പെർട്ടിക്കുലർ വാല്യൂല് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായത് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഇത്ര പെർസെന്റേജ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടൈപ്പ് 2 എററിനെ മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ വി ഫിക്സ് ആൽഫ ആൻഡ് വി ട്രൈ ടു മിനിമൈസ് ബീറ്റ. ആൽഫേനെ ഒരു പെർട്ടിക്കുലർ വാല്യൂല് ഫിക്സ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബീറ്റേനെ നമ്മൾ എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്യും. അങ്ങനെയുള്ള ടെസ്റ്റ് ആണ് പ്രാക്ടിക്കലി ഒരു ബെസ്റ്റ് ടെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? എഴുതോ. Every test of H naught, every test of H naught, every test of H naught has values. Every test of H naught has values for the pair, ordered pair alpha beta is for the pair alpha comma beta associated with it. For the pair alpha comma beta associated with it. It would seem ideal. It would seem ideal. It would seem ideal if we could find the test. If we could find the test if we could find the test that simultaneously minimizes both alpha and beta. But this is not possible. But this is not possible. But this is not possible. Since each of alpha and beta, since each of alpha and beta, each of alpha and beta, since each of alpha and beta
is a probability, comma, we have alpha greater than or equal to 0 and beta greater than or equal to 0. അല്ലെ, പ്രോബബിലിറ്റി വരുമ്പോൾ മിനിമം വാല്യൂ 0 ആയിരിക്കും. Alpha greater than or equal to 0 and beta greater than or equal to 0. If we fix alpha equal to 0, which implies beta equal to 1. If we fix alpha equal to 0, which implies beta equal to 1. And if we fix beta equal to 0, then alpha, which implies alpha equal to 1. എഴുതിയോ അതുവരെ? Okay. Neither of this test is admissible. Because they maximize one of the two probabilities of error. Because they maximize one of the two probabilities of error. While minimizing the other. Now our objective is to choose the decision role that will lead to probabilities of these errors being as small as possible. വാതിലടച്ചോളാം. എല്ലാ വാതിലും അമ്മയുടെ മുറിയത്തൊക്കെ എഴുതിയോ? Next term, test statistic. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിനെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. അതായത്
നമ്മളൊരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിനെയാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുക. ഓക്കെ, എഴുതോ. The testing of a statistical hypothesis. The testing of a statistical hypothesis. The testing of a statistical hypothesis is the application of an explicit set of rules, application of an explicit set of rules for deciding whether to accept the null hypothesis, or to reject it in favor of the alternative hypothesis, ഡിസൈഡിങ് കഴിഞ്ഞിട്ട് പറയാം. Deciding whether to accept the null hypothesis, or to reject it in favor of the alternative hypothesis, consistent with the results obtained from the random sample taken from the population. Full stop. Usually an appropriate function of the sample observation is chosen and the decision
either to accept or reject, either to accept or to reject, either to accept or to reject the hypothesis is taken, hypothesis is taken based on the value of this function, based on the value of this function. This function is called test statistic or test criterion. This function is called test statistic or test criterion. But test statistic എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? Function of sample values that can be used to either to reject or to accept the null hypothesis. Null hypothesis ne accept ചെയ്യാനോ reject ചെയ്യാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന function of sample values നെയാണ് നമ്മൾ test statistic എന്ന് പറയുക. മനസ്സിലായോ? മനസ്സിലായി. എഴുതി കഴിഞ്ഞില്ലേ? Next term, critical region. Critical region.